ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വിരുന്നുകാരുള്ളൊരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വിരുന്നുകാർ വന്നിട്ടിപ്പോൾ ഒരാഴ്ചയായി, പക്ഷേ വ്ളോഗ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും കുറച്ച് നേരം പോയതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുന്നത് ഇങ്ങനെ വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട്, അപ്പം നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താൽ ചായയൊക്കെ കുടിച്ചിട്ടുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചായ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയ എല്ലാതും ഇതൊക്കെ നന്നാക്കാനുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ഞാൻ നന്നാക്കി എടുക്കുന്ന, എന്നിട്ട് വേണം ഉച്ചക്കുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും നമുക്ക് അർജൻറ്റ് പണിയും കാര്യവും തിരക്കുള്ള ദിവസം മക്കൾക്ക് അതിലേറെ വാശിയും കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണെന്നറിയാം, അവിടെയുള്ള മുട്ടായി പോരാ, വേറെ എന്തോ മുട്ടായിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് വേണമെന്നും പറഞ്ഞിട്ടാണ് വൈക്ക നടന്ന് കരയുന്നത്. കിട്ടിയ മുട്ടായി കൊടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്നായി എല്ലാ പാത്രങ്ങളും കഴുകാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കി എടുത്തിട്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അരി കുതിരാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മന്തി എന്ന് ഉണ്ടാക്കുന്നത്, അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകാൻ പോയി. പാത്രം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്കൻ കഴുകാനുണ്ട് കേട്ടോ, എന്നാലും നമുക്ക് ചിക്കന് പെരക്കി വെക്കാൻ പറ്റുള്ളൂ. ഞാൻ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയിട്ട് അത് കാണുക. പാത്രങ്ങളാകുന്നതിനനുസരിച്ച് കഴുകുന്ന കേട്ടോ എനിക്കിഷ്ടം. ഇല്ലെങ്കിൽ ഒന്നായിട്ട് കുന്നോളം ഉണ്ടാവും. അതിൽ നല്ലത് ഇപ്പം ഉള്ളത് ഇപ്പം കഴുകുക, കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കഴുകി പോയാൽ വലിയ ലോഡ് കഴുകാനുണ്ടാവില്ല. പിന്നെ നമ്മളവിടെ പാത്രം കഴുകുന്ന ഭാഗത്താണെങ്കിൽ പാത്രം വെക്കാനുള്ള സൗകര്യം കുറവാണ്. കാരണം ചെറിയ സ്പേസേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് രണ്ടാൾക്ക് നിന്നിട്ട് കഴുകാനുള്ളൊരു സ്ഥലമൊട്ട് അവിടെ ഇല്ല എന്തായാലും. അതുകൊണ്ട് ഉള്ളത് ഇങ്ങനെ കുറച്ചായിട്ട് കഴുകിയിടും. പിന്നെ ഇവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കട്ട് ചെയ്യാണ്. ഞാനത് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് പെരക്കി വെക്കാനാണ്. പിന്നെ ഞാനിതാ ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്, നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നന്നായി കഴുകിയെടുത്തിട്ട് പെരക്കി വെക്കാം. അതിൻ്റെ മസാലയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ, ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ മന്തിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സൊക്കെ മൊത്തം കട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടുള്ളതല്ല. പിന്നെ ഇതിൽ ഫ്രൂട്ട്സായിട്ട് ഇട്ടുള്ളത് നമ്മളെ വത്തക്ക, പിന്നെ കുക്കുംബർ, പിന്നെ പപ്പായ, ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് പിന്നെ ഉപ്പുമുളകും പെരക്കുന്നത്. ഞങ്ങളിവിടെ മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ മാങ്ങ ഇങ്ങനെ മുളക് പൊടി ഇടലില്ല, ഞങ്ങളിങ്ങനെ ഇതാക്കുന്നതിൻ്റെ അകത്ത് കുരുമുളക് ഉപ്പാണ് ഇട്ടിട്ട് ആക്കാം. മാങ്ങയിൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ ഫ്രൂട്ട്സിൽ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോടൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വ്ളോഗൊക്കെ കാണുമ്പോൾ അല്ല റെസിപ്പി വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ 700 സബ്സ്ക്രൈബേഴ്സ് ആവാനായി. എന്തായാലും മാഷാ അല്ലാഹ്, ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ചില ഷോർട്സിനൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ, പക്ഷെ വ്ളോഗ് കുറവായതുകൊണ്ട് തന്നെ ചാനൽ തുടക്കമായതുകൊണ്ടായിരിക്കും മോണിറ്റൈസേഷൻ ആവാനൊന്നും ആയിട്ടില്ല. അപ്പോൾ വ്ളോഗ് കാണുന്നവരൊന്ന് എല്ലാവരും ദയവായിട്ടൊന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഈ മന്തിക്ക് ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് പെരക്കിയിട്ട് അതിവിടെ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല മന്തിയാട്ടാ ഇങ്ങനെ വെക്കുന്നത്. എനിക്ക് ഇങ്ങനെ കുക്കറിൽ തന്നെ വേവിച്ചിട്ട് എടുക്കുന്ന ഇഷ്ടം റൈസ്. അല്ലാണ്ട് ഊറ്റി വെക്കുന്ന മന്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ റെഡിയാക്കൽ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മന്തി റെസിപ്പി ഇടാം. പിന്നെ ഈ കാണുന്ന മന്തീൻ്റെ സൈഡ് ഡിഷ് കാശ്മീരി മുളക് ഇങ്ങനെ എണ്ണയിലിട്ട് വാട്ടാണ്ട് മുളക് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അത് ഞാൻ പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. പിന്നെ മന്തിക്കുള്ള റൈസ് കാര്യങ്ങൾ കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സിസ്റ്റർ മക്കൾ വന്നിട്ടുണ്ടേനു. അവരൊക്കെ സംസാരിച്ച് പിന്നെ വിരുന്നുകാർ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഓക്കെ.